നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ശ്രീ. ശരിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കൂട്ടത്തോടെ ക്ഷേത്രങ്ങളിൽ ദർശനത്തിനായി പോകുന്നൊരു അവസ്ഥ സംജാതമായിരിക്കുകയാണ്. കാരണം നല്ലതിനാണ് അല്ലേ? ഈ വിശ്വാസികൾ അല്ലെങ്കിൽ അവിശ്വാസികൾ കൂട്ടത്തോടെ വിശ്വാസികളായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ നാടിന്റെ ചൈതന്യം വർദ്ധിക്കും. സമൂഹത്തിന് മുകേഷും കഴിഞ്ഞ ദിവസം ജയരാജന്റെ ചുവട് പിടിച്ച് മുകേഷും ദർശനം നടത്തി പ്രാർത്ഥിക്കുന്ന വലിയ പ്രാർത്ഥന കേട്ടോ. മുകേഷ് പറഞ്ഞ് പ്രാർത്ഥിക്കുവാന്ന് പുഷ്പാഞ്ജലിയൊക്കെ നടത്തി മടങ്ങി. അത് മുകേഷ് തലയിൽ മുണ്ടിട്ടൊന്നുമല്ല പോയത്, നേരിട്ടാ പോയത്. ഇവിടെ ഇപ്പോൾ അടുത്ത വിഷയം പി ജയരാജൻ അന്ന് പറഞ്ഞത്, ഞാനൊരു പുസ്തകം സനാതനികളുടെ പേരിൽ ഒരു പുസ്തകം എഴുതുകയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ക്ഷേത്രത്തിലെ ആചാരങ്ങളെ കുറിച്ച് ഒന്ന് നോക്കിക്കാണാൻ വന്നതാണെന്ന് പറയുന്നു. അടുത്ത വാർത്ത ചിന്ത പബ്ലിക്കേഷൻസ് ആണിത് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ചിന്ത മാനേജർ ആര് ഫോൺ വിളിച്ചിട്ട് ഭീഷണി മുഴക്കി, അപ്പോൾ അതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു പുസ്തകം പി ജയരാജൻ എന്നൊരു കമ്മ്യൂണിസ്റ്റ്, ഒരു നിരീശ്വരവാദികളായ ഒരു പാർട്ടിയുടെ നേതാവ് പി ജയരാജൻ സമുന്നതന നേതാവാണ്. അദ്ദേഹം പലതവണ വാർത്തകളിലൊക്കെ ഇടം പിടിച്ചാണ്. എങ്കിലും അദ്ദേഹം ഇത്തരമൊരു പുസ്തകം ഇറക്കി എന്ന് പറഞ്ഞിട്ട് RSS പ്രസ്ഥാനം തകർന്നു പോകുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. ഇപ്പോൾ പി ജയരാജന്റെ ചിന്ത പബ്ലിക്കേഷൻസിന്റെ മാനേജർ രമേശൻ പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. പി ജയരാജന്റെ ഒരു പുസ്തകം സനാതനികളുടെ പുസ്തകത്തിന്റെ പേര് ഹിന്ദുത്വ വഴികൾ എന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതുന്നു. ആ പുസ്തകത്തിന്റെ പ്രകാശനം പിണറായി വിജയൻ പുസ്തക പ്രകാശനം നിർവഹിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനു മുമ്പ് ഈ പുസ്തകം മാർക്കറ്റ് ചെയ്യാൻ അനുവദിക്കില്ല, ഈ പുസ്തകം പുറത്തിറങ്ങിയാൽ കൊന്നുകളയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണി മുഴക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസിൽ പരാതിയൊക്കെ കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് പിണറായി വിജയന് വേണ്ടി പണിയെടുക്കുന്ന പോരാളി ഷാജി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് ഈ പി ജയരാജൻ ഏതെങ്കിലും ശത്രുക്കളുണ്ടെങ്കിൽ അത് CPM നിന്ന് തന്നെയാണ് പി ജയരാജന് ശത്രുക്കളുള്ളത്. സംഘപരിവാറിൽ ആരെങ്കിലും പി ജയരാജന് ഒരു വലിയ ശത്രുതയുള്ളതായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. ഒന്ന്. രണ്ട്, ഏതെങ്കിലും ആൾക്കാരൊക്കെ എഴുതി വെക്കുന്ന പുസ്തകം കൊണ്ടാണ്, പ്രത്യേകിച്ച് പി ജയരാജൻ എഴുതിയൊരു പുസ്തകം കൊണ്ട് RSS തകർന്നു പോകുമെന്നൊക്കെ പി ജയരാജൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണ്, തിരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. 100 വർഷത്തിലേറെയായി, ഇപ്പോൾ ശതാബ്ദി വർഷമാണ്, 100 വർഷത്തിലേറെയായി ഈ രാജ്യത്ത് ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കുന്ന കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ജയരാജൻ്റെ ഒരു പുസ്തകം എന്നത് ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മാത്രമല്ല, പലപ്പോഴും നമുക്കറിയാം ഈ പി ജയരാജനെ ശത്രുപക്ഷം നിർത്തിയിട്ടുള്ളത് പിണറായി വിജയനും കൂട്ടരും തന്നെയാണ്. പി ജയരാജനെ ഇല്ലാതാക്കിയതും പി ജയരാജനെ വ്യക്തിപൂജ എന്ന് പറഞ്ഞുകൊണ്ട് പി ജയരാജന് ഒരു പാട്ട് പി ജയരാജനെ വെച്ചുകൊണ്ട് ആരോ ഒരാൾ വ്യക്തിഗീതം ഉണ്ടാക്കിയപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയന് വേണ്ടി തിരുവാതിര നടത്തിയ കാണാൻ നമ്മൾ കണ്ടതാണ്. പി ജയരാജൻ ആദ്യം ചെയ്യേണ്ടത് തനിക്ക് വേണ്ടിയുള്ള വ്യക്തി ഗീതം ഒന്ന് പ്രസിദ്ധീകരിക്കണം. അതൊന്ന് പ്രസിദ്ധീകരിക്കണം. അതിനുശേഷം വേണം പിണറായി വിജയന് ആണ് ഇതിന്റെ പിന്നിലെന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തോന്നുന്നതേ ഈ ജയരാജൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മനസ്സിലാക്കിയിട്ട് തന്നെയാവും. ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിനൊരു വലിയ പ്രാധാന്യമുണ്ട്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ സാധാരണഗതിയിൽ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടൊക്കെ കഴിക്കുന്നത് ശത്രുദോഷത്തിന് വേണ്ടിയാണ്. അപ്പോൾ ശത്രുക്കളെ ഇല്ലാതാക്കാൻ, ശത്രുക്കളെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല, ശത്രുത ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഈ ശത്രു സംഹാരം എന്ന് പറഞ്ഞാൽ ശത്രുവിനെ കൊന്നുകളയുന്നു എന്നല്ല, ശത്രുതയ്ക്ക് കാരണമായ വിഷയത്തെ പരിഹരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ശത്രുതയ്ക്ക് കാരണമായ കാര്യങ്ങൾ ഇല്ലാതാവുക എന്നുള്ളതാണ്. അപ്പോൾ പിണറായി വിജയന് ഒരുപക്ഷെ ഇപ്പോൾ ഈ ഭീഷണിയൊക്കെ ഉണ്ടായപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതെങ്കിലും ശത്രു ആളിൽ നിന്ന് തന്നെ പുറത്തു ചാടിയതാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. ഇതറിയാതെയൊന്നുമല്ല ജയരാജൻ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളതും വഴിപാട് കഴിച്ചിട്ടുള്ളതുമൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ജയരാജൻ്റെ പുസ്തകം കൊണ്ട് ഒരിക്കലും RSS തകർന്നു പോകില്ല എന്ന് RSSനും സംഘപരിവാർ സംഘടനകൾക്കുമൊക്കെ അറിയാം. ഇനി അഥവാ കേരളത്തിൽ ഈ കണ്ട കാലം അത്രയും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം ഇത്തരത്തിലുള്ള പല നെറേറ്റീവുകൾ സൃഷ്ടിക്കപ്പെട്ടപ്പോഴും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ആ നെറേറ്റീവുകളൊന്നും കാര്യമാക്കി എടുക്കാതാണ് മുന്നോട്ട് പോയിട്ടുള്ളത് സംഘപരിവാർ സംഘടനകൾ. ഒന്നാമത്തെ കാര്യം, സംഘപരിവാർ സംഘടനകൾ ഇരുന്ന് ജയരാജനെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് എന്ത് മൂടത്തരമാണെന്ന് ആലോചിക്കണം. ചിന്താ പബ്ലിക്കേഷൻസിനെ മാനേജരെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് RSSകാരുടെ പണിയതൊന്നുമല്ല. RSSകാർ അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അതായത് RSSനെ കുറിച്ച് അറിയാത്തവരാണ്, അല്ലെങ്കിൽ RSSന്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് RSS എന്താണെന്ന് മനസ്സിലാകാത്തവരാണ് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഒരു ഫോൺ എടുത്ത് RSSന്റെ ഏതെങ്കിലും ഒരാൾ അവിടേക്ക് വിളിച്ചു, ചിന്തയിലെ രമേശിനെ വിളിച്ച് ആ പുസ്തകം പ്രസിദ്ധീകരിക്കരുത് എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നത് വലിയ വിഡ്ഢിത്തം തന്നെയാണ്. യഥാർത്ഥത്തിൽ ആ പുസ്തകം കൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടാവാനാണ്? കേരളത്തിൽ ഈ പറയപ്പെടുന്ന ഇടതുപക്ഷം ഏറ്റവും തകർന്ന അവസ്ഥയിൽ നിൽക്കുന്നു. ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ പറയപ്പെടുന്ന ഹിന്ദുത്വ വഴികളെ പറ്റിയും സനാതനധർമ്മത്തെക്കുറിച്ചും ഒക്കെ തന്നെയാണ്. ഒരുപക്ഷെ സനാതനധർമ്മത്തെ ഹിന്ദുത്വവുമായി കൂട്ടിക്കെട്ടി ഹിന്ദുത്വം
എന്ന അത് RSSന്റെ അജണ്ടയാണെന്ന് കൂട്ടിക്കെട്ടിക്കൊണ്ട് അതൊരു കൾച്ചറൽ ഐഡന്റിറ്റി എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു സാംസ്കാരിക ദേശീയത എന്നതിനപ്പുറത്തേക്ക് ഹിന്ദുത്വത്തെ മതവുമായി കൂട്ടിക്കെട്ടി ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളതും ഒക്കെ ഈ പറയപ്പെടുന്ന ഇടതുപക്ഷക്കാരാണ്. പി ജയരാജൻ ഒരു പുസ്തകം എഴുതിയാൽ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ തിരിച്ചും മറിച്ചും എഴുതാമെന്നല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ചൊരു കണ്ടന്റ് ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുമെന്നോ കേരളത്തിൽ RSSോ BJPയോ കരുതുന്നില്ല. പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം ദിവസം BJP RSSും സംഘപരിവാർ സംഘടനകളും ജനങ്ങളുടെ ഇടയിൽ അക്സെപ്റ്റൻസ് ഉണ്ടാവുകയാണ്. നമ്മൾ കണ്ടതല്ലേ ഈ പ്രളയം വന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങളെ എത്ര ഭംഗിയായാണ് RSS സേവിച്ചത്. RSS എന്ന് പറഞ്ഞ ഒരു സംഘടന സത്യത്തിൽ ഇങ്ങനെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സാംസ്കാരിക ദേശീയത മുന്നോട്ട് വെക്കുന്ന ഒരു സന്നദ്ധ സംഘടന എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുകയോ ആരെങ്കിലും പുസ്തകം എഴുതിയാൽ അവരെ ഭീഷണിപ്പെടുത്താൻ വരും. ഏതെങ്കിലും പ്രചാരകന്മാരെ നിങ്ങൾ ആരെങ്കിലും ഒരു ബൈറ്റെങ്കിലും കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? അവരെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും അവരതിനെക്കുറിച്ച് ബോധേടയല്ല. അവരുടെ മുമ്പോട്ടുള്ള ലക്ഷ്യം രാഷ്ട്ര പുനർനിർമ്മാണം എന്നുള്ളതാണ്. അത് അവർ വൃത്തിയായി ഭംഗിയായി നടത്തുന്നുണ്ട്. വ്യക്തി നിർമ്മാണം എന്നുള്ളതാണ്. ആ വ്യക്തി നിർമ്മാണം ഭംഗിയായി നടത്തുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഹിന്ദു ഏകീകരണം എന്നുള്ളത് പോലും ഒരുപക്ഷെ അതൊരു സാംസ്കാരിക ദേശീയത എന്നതിനപ്പുറത്തേക്ക് ഒരു മതമായി പോലും അവർ കരുതുന്നു. കാരണം നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ദിവസമെങ്കിലും പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം അവിടെ ഈ മതമോ ഈ പറയപ്പെടുന്ന ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും തന്നെ ഇല്ലാതെയാണ് അവർ പ്രവർത്തിക്കുന്നത്. ആരാണ് കൂടെയുള്ളതെന്നോ ഏത് വീട്ടിൽ നിന്നാണ് ആഹാരം കഴിക്കുന്നതെന്നോ ആരാണ് ഒപ്പം കിടന്നുറങ്ങുന്നതെന്നോ പോലും ചിലപ്പോൾ ഒരു പക്ഷേ ഈ കാര്യാലയങ്ങളിലൊന്നും ആർക്കും ഇതേത് ജാതിയാണെന്ന് ചിന്തിക്കുക പോലും ചെയ്യില്ല എന്നുള്ളതാണ്. അവിടെ ഇതൊന്നും ഇല്ല. പക്ഷേ പുറത്തു നിന്നുള്ളവർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. കാലാകാലങ്ങളായി ഈ വർഗീയത എന്ന് ഉണ്ടാക്കിയ നറേറ്റീവുകളാണ്. ഇപ്പോൾ സനാതനധർമ്മത്തെക്കുറിച്ച് അല്ലെങ്കിൽ സനാതനധർമ്മത്വത്തിൻ്റെ ഹിന്ദുത്വ വഴികളെക്കുറിച്ചൊന്നും ജയരാജൻ ഇനി എന്തെല്ലാം എഴുതിയാലും ജയരാജന് അപ്പുറത്തേക്കുള്ള ആൾക്കാരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ജയരാജൻ എന്തെങ്കിലും എഴുതിയാൽ തകർന്നു പോകുന്നതല്ല RSSന്റെ ഇത്രയും കാലം RSS ഉണ്ടാക്കിയ ഒരു പേരും ക്രെഡിബിലിറ്റിയും ഒക്കെ. അതുകൊണ്ട് ജയരാജൻ ഇത്തരം മണ്ടത്തരങ്ങളിൽ നിന്ന് പിന്മാറണം. ജയരാജൻ്റെ ചിന്താ പബ്ലിക്കേഷൻസ് ഒക്കെ ആ ഫോൺ നമ്പർ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ പിണറായി വിജയന് വേണ്ടി പോരാളി ഷാജിയാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പിണറായി വിജയനാണല്ലോ ഇത് പബ്ലിഷ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ പിണറായി വിജയൻ ഇതിൽ നിന്ന് പിന്മാറാൻ എന്തെങ്കിലും ഒരു കാരണം ഒരു പക്ഷേ അന്ന് ത്രട്ടുള്ളത് കൊണ്ട് പിന്മാറിയെന്നോ എന്തെങ്കിലും പറയാനുള്ള നീക്കമായിരിക്കാൻ നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണൂരിൽ പി ജയരാജനെ ഇല്ലാതാക്കിയതും പി ജയരാജൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെ, പി ജയരാജൻ എന്ന വ്യക്തിയെയും രാഷ്ട്രീയ പ്രവർത്തനത്തെയും ഒക്കെ നിർത്തിപ്പിച്ചതെല്ലാം പിണറായി വിജയനാണെന്നറിയാം. ഇനി ഒരിക്കലും അത് തിരിച്ചു കൊണ്ടുവരാൻ വരാത്ത രീതിയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും അറിയാം. കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അടുത്ത 5 വർഷത്തിന് ശേഷം മരുമകൻ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു കാരണവശാലും ജയരാജൻ ഒരു രാഷ്ട്രീയ ഭാവിയുമില്ല. ജയരാജൻ എന്തൊക്കെ പുസ്തകം എഴുതിയാലും എന്തൊക്കെ ചെയ്താലും അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അതിൻ്റെ ഗുണഭോക്താവ് യഥാർത്ഥത്തിൽ ഇപ്പോൾ എഴുതുന്ന പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടും ജയരാജൻ വലിയ നേതാവായാലോ എന്നുള്ള ധാരണയുള്ളത്. അത് ഇടതുപക്ഷത്തിനിടയിൽ നേതാവാകാൻ കേട്ടോ, അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കാണുന്നൊരു കാഴ്ച, ഈ സകലമാന ഓൺലൈൻ ചാനലുകാരും കാണുന്നവരുടെയൊക്കെ മുമ്പിൽ മൈക്ക് കൊണ്ടുവച്ചിട്ട് ചോദിക്കുകയാണ് BJPക്ക് സീറ്റ് കിട്ടിയല്ലോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതായത് ഒരു വിവരവും ഇല്ലാത്ത ട്രാൻസ്ജെൻഡേഴ്സും ഒരു വിവരവും ഇല്ലാത്ത യാതൊരു രാഷ്ട്രീയ വിവരമില്ലാത്ത മനുഷ്യരും, ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രമല്ല അതുപോലെ തന്നെ മനുഷ്യർ, യാതൊരു രാഷ്ട്രീയ വിവരമില്ലാത്ത മനുഷ്യർ, സിനിമാക്കാർ, സീരിയലുകാർ, അവർക്കൊന്നും എന്താണ് പറയുന്നതെന്ന് പോലും അറിയാത്ത രീതിയിലുള്ള വർത്തമാനം പറയുന്ന ആൾക്കാരുടെ മുമ്പിൽ കൊണ്ട് മൈക്ക് വെച്ചിട്ട് BJPയെ അപ്പോൾ BJPയെ കുറച്ച് എതിർത്ത് പറഞ്ഞാൽ കേരളത്തിലെ അല്ലെ സംഘപരിവാറിനെ എതിർത്ത് പറഞ്ഞാൽ കേരളത്തിലെ പൊതുജനങ്ങളുടെ ഇടയിൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തിനിടയിലൊക്കെ ഒരു സ്വീകാര്യത കിട്ടും എന്നുള്ള തോന്നലാണെന്ന് തോന്നുന്നു. എല്ലാവരും എന്താണ് പറയുന്നതെന്ന് പോലും അറിയില്ല. അവിടെയല്ലേ ജയിച്ചത്, ഇവിടെ ജയിക്കാൻ അനുവദിക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് കേരളത്തിൽ ജയിക്കാൻ സമ്മതിക്കില്ല, ഇത് കേരളമാണ്, പിന്നെ ജയിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നത് അത് അങ്ങനെ ജയിച്ചതല്ലല്ലോ, മറ്റേതെല്ലാം രീതി, അങ്ങനത്തെ വിഡ്ഢിത്തരം പറയുന്ന ചില ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള വിഡ്ഢിത്തരം പറയുന്ന ആൾക്കാർ ഒരുപക്ഷെ അവരാണല്ലോ ഈ ഇടതുപക്ഷക്കാരായിരിക്കുന്നത്. അവർ ചിലപ്പോൾ പി ജയരാജനെ ഏതെങ്കിലും തരത്തിൽ അങ്ങ് നേതാവായി വാഴ്ത്തിപ്പെട്ടാലോ എന്നുള്ള പേടി കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ പിണറായി വിജയൻ പോരാളി ഷാജിയെ കൊണ്ട് വിളിപ്പിച്ചതാവാനുള്ള സാധ്യതയാണുള്ളത്. അത് പി ജയരാജൻ അന്വേഷിക്കുക. ഏതായാലും RSS സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കോ ഒരു നഷ്ടവും ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല പി ജയരാജൻ്റെ പുസ്തകം കൊണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകൾ പി ജയരാജന് വേണ്ട എന്നുള്ളതാണ് പറയാനുള്ളത്. പി ജയരാജന്റെ ആദ്യത്തെ പുസ്തകം പൊളിറ്റിക്കൽ ഇസ്ലാം, അതാണ് ശരിക്കും CPM ഏറ്റവും വിനയായത്. അതായത് മുസ്ലിം ലീഗിനെയൊക്കെ ഉദ്ദേശിച്ച് ജയരാജൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞെങ്കിലും മുസ്ലിം സമുദായത്തെ മൊത്തം ഈ LDF എന്ന CPM എന്ന കക്ഷിയിൽ നിന്ന് അകറ്റി നിർത്തിയത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. അതിന്റെ പേരിൽ പി ജയരാജൻ അന്ന് പറഞ്ഞത് എനിക്ക് ഒരുപാട് ഭീഷണിയൊക്കെ വന്നിരുന്നു. ഒരു വ്യക്തി തന്നെ ഒരു മുസ്ലിം സമുദായത്തിനെതിരെ, മുസ്ലിം സമുദായത്തിലെ ചില
അനിഷ്ട നടപടികൾക്കെതിരെ ഒരു പുസ്തകം എഴുതുന്നു. അതേ വ്യക്തി തന്നെ ഒരു വർഷമാകുന്നില്ലല്ലോ, ഒരു വർഷമായില്ല, ഹൈന്ദവ സമൂഹത്തിൽ. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ മറ്റെല്ലാ പണിയും തീർന്നതുകൊണ്ട് വർഗീയ വിരുദ്ധനാണെന്ന് കാണിക്കാൻ പാർട്ടിയിൽ തെളിയിക്കാനാണോ അതോ ഈ പിണറായി യുഗം താഴ്ന്നു വരുന്നു കാണുമ്പോൾ മനസ്സിലായപ്പോൾ പതുക്കെ ഉയർന്നു വരാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ അതിലൊന്ന് പുസ്തകം വിറ്റുപോകാനുള്ള ശ്രമം, മറ്റെല്ലാ വഴിയും അടഞ്ഞപ്പോൾ പുസ്തകമെങ്കിലും വിറ്റ് ജീവിക്കാമെന്നുള്ളൊരു ധാരണ ഉണ്ടാവും. രണ്ട്, ഇത് ശരിയാണ്, പിണറായി വിജയനോട് എല്ലാവരും എതിർത്ത് നിൽക്കുമ്പോൾ ഹിന്ദുത്വത്തെ കയറി ആക്രമിച്ചാൽ, അല്ലെങ്കിൽ ഹിന്ദുത്വം സനാതന ധർമ്മത്തെയൊക്കെ കയറി ആക്രമിച്ചാൽ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ ഈ പറയപ്പെടുന്ന, നമുക്കറിയാമല്ലോ, ഇപ്പോൾ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ മുസ്ലിം സമൂഹം ഒറ്റയടിക്ക് നിന്ന് കളിക്കുന്ന കളി അറിയാമല്ലോ. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു നീക്കം തനിക്ക് കൂടി ഗുണകരമാകുന്ന എന്തെങ്കിലും നീക്കം ഉണ്ടാകുമോ എന്ന് അറിയാനോ അറിയില്ല. കാരണം ഒരു വർഷത്തിൽ 1.5 വർഷത്തിനിടയിൽ 2 പുസ്തകങ്ങൾ, 2 ഡിഫറൻറ്റ്, അതായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഇവർ വിവക്ഷിക്കുന്ന ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നത് ഇതാണോ എന്നറിയില്ല. ഏതായാലും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കോ RSSനോ ഒന്നും പി ജയരാജന്റെ പുസ്തകം കൊണ്ടൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ എങ്ങനെയും ജയരാജൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാണ്, പോകുന്നില്ല, അതുകൊണ്ട് ഉണ്ടാക്കാനും പോകുന്നില്ല. അതുകൊണ്ട് അത്തരം ശ്രമങ്ങൾ, അത്തരം നറേറ്റീവുകൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് ജയരാജന് നല്ലത്. ജയരാജന്റെ പുസ്തകത്തിന് ഒരുപക്ഷെ പുസ്തകത്തെ അല്ലെങ്കിൽ ജയരാജന്റെ എഴുത്തിനെ ഇല്ലാതാക്കാൻ, ജയരാജനെ ഇല്ലാതാക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് അവിടെ തന്നെയുള്ള CPM-ൽ തന്നെയുള്ള ഗ്രൂപ്പുകാരായിരിക്കും. അതുകൊണ്ട് അത് കണ്ടുപിടിക്കുക. അതിനുവേണ്ടി ഒന്നുകൂടെ പോയാലും, നമ്മുടെ കൊടുങ്ങല്ലൂർ പോയി വഴിപാട് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.